പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പത്തനംതിട്ട KSRTC ടെർമിനലിന് ഇതുവരെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ NOC ലഭിച്ചിട്ടില്ല. NOCക്കുള്ള അപേക്ഷ പോലും KSRTC ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന് നൽകിയിട്ടില്ല. കെട്ടിടം നിർമ്മിച്ചപ്പോഴുള്ള അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പുതുക്കിയ മാനദണ്ഡപ്രകാരം ലക്ഷങ്ങൾ മുടക്കി ഇനിയും അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. NOC ഇല്ലാത്തതിനാൽ KSRTC ടെർമിനലിലെ കടമുറികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നമ്പർ പത്തനംതിട്ട നഗരസഭ നൽകിയിട്ടില്ല. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രവീൺ, എത്രയോ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ഇടത്ത് ഈ ഫയർ NOC ഇല്ലാതെയൊക്കെ പ്രവർത്തനം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടലാണ്. റോഷ്നി, 2021 പത്തനംതിട്ട KSRTC ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കിവിടെ കാണാൻ സാധിക്കും വിലപിടിപ്പുള്ള വലിയ അഗ്നിരക്ഷാ ഉപകരണങ്ങളൊക്കെ, ഒരു തീപിടുത്തമുണ്ടായാൽ അത് ഇല്ലാതാക്കുന്നതിനുള്ള ആധുനിക ഉപകരണങ്ങളൊക്കെ ഇവിടെ 2021 തന്നെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇതുവരെ KSRTC ഒരു NOCക്കായി അഗ്നിരക്ഷാ സേനയെ സമീപിച്ചിട്ടില്ല. അതായത് ഒരു അപേക്ഷ പോലും NOCക്കായി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അത്യന്താധുനിക സംവിധാനങ്ങളാണ് 2021 സ്ഥാപിച്ചത്. ഈ കാണുന്നതൊക്കെ ഒരു തീപിടുത്തമുണ്ടായാൽ ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ കൂടി ഈ പൈപ്പുകൾക്കകത്തൂടെയൊക്കെ വെള്ളം വന്ന് അത് സ്പ്രേ ചെയ്യുന്ന സംവിധാനമാണ്. അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇത് പത്തനംതിട്ട KSRTC ടെർമിനലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പ്രവർത്തിപ്പിക്കാതെ കിടന്ന് ഇപ്പോൾ ഉപയോഗക്ഷമമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊക്കെ ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ കെട്ടിടത്തിന് വലിയ ചോർച്ചകളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം വീണ്ടും അത് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിൻ്റെ ഈ അഗ്നിരക്ഷാ സേനയിൽ നിന്നുള്ള ഒരു NOC ഇനിയും ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാണുന്ന ലക്ഷങ്ങൾ മുടക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോഴത്തെ നിയമങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ പ്രാപ്തമാണോ എന്ന ഒരു സംശയം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഇവിടെ ഈ കണ്ടില്ലേ, ഈ വാഹനങ്ങളൊക്കെ ഇരിക്കുന്നത് കടമുറികൾക്കുള്ളിലാണ്. അതായത് ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി തയ്യാറാക്കിയ കടമുറികൾക്കുള്ളിലാണ്. പല ആളുകളും ഈ കടമുറികൾക്കൊക്കെ 10 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് തുക KSRTCക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ NOC ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ പത്തനംതിട്ട നഗരസഭ ഇങ്ങനെയുള്ള കടമുറികളൊന്നും ഇവിടെ വ്യാപാരം തുടങ്ങുന്നതിനായി അനുവദിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നമ്മളോടൊപ്പം പൊതുപ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് അനീഷും കൂടെയുണ്ട്. യഥാർത്ഥത്തിൽ എത്രയോ ആളുകൾ വരുന്ന ഇടമാണ്. ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും ലഭിക്കില്ല സാർ. ആയിരക്കണക്കിന് ദൈനംദിന യാത്രക്കാർ വന്നു പോകുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിർമ്മാണം തന്നെ 2021 നിയമസഭാ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചുകൊണ്ട് 2021 ഫെബ്രുവരി മാസം അന്നത്തെ MLA ആയ മന്ത്രി വീണ ജോർജിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഈ ഒരു KSRTC ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് അന്നു മുതൽ നിരവധി പരാതികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ശേഷം ഏകദേശം 6 മാസത്തിനകം തന്നെ 6 മാസത്തിനുള്ളിൽ വിള്ളൽ വീഴുകയും കോൺക്രീറ്റിൽ വിള്ളൽ വീഴുകയും വളരെ വലിയ തോതിലുള്ള വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, കമ്പി തെളിയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറയുമ്പോൾ KSRTC ഗ്യാരേജ്, ചെറിയ മഴ പെയ്താൽ പോലും ആ ഗ്യാരേജിനകത്ത് വെള്ളം കയറുന്ന സാഹചര്യം. 2017 നിരവധി സംരംഭകർ ഇവിടെ കടമുറികൾ ലേലം വിളിച്ച് ലേലത്തിലെടുക്കുകയും അതിൻ്റെ 2 തുക കെട്ടിവെക്കുകയും ചെയ്തിട്ട് 8 വർഷം പിന്നിട്ടിട്ടും അവർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടുകയോ അതല്ലെങ്കിൽ കടമുറി തുറന്നു കൊടുക്കാൻ ഈ അധികൃതർ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയ ഗൗരവമുള്ള സംഭവം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. റോഷ്നി, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പത്തനംതിട്ട KSRTC ടെർമിനൽ സന്ദർശിച്ചിരുന്നു. അന്ന് നമ്മളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ നാം അന്നേ പെടുത്തിയതാണ്. അന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം, ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. അപ്പോൾ ഒരു NOC ലഭിക്കണമെങ്കിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ്, മറ്റ് ഇവിടെ നിയമാനുസൃതം ഏതൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം വേണം എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള അഗ്നിരക്ഷാ സംവിധാനം, ഇതിൽ വെള്ളം എപ്പോഴും കിടക്കണമെന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ മറ്റ് അപകടമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഉപകരണമാണിത്. പക്ഷേ അതിന് ലിറ്റർ കണക്കിന് വെള്ളം സംഭരിക്കാനുള്ള ടാങ്കുകൾ കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും വലിയ അഗ്നി രക്ഷാ സംവിധാനങ്ങൾ ഇവിടെ തയ്യാറാക്കിയപ്പോൾ അതിന് വേണ്ട ജലം സംഭരിക്കുന്നതിനുള്ള വലിയ കൂറ്റൻ ടാങ്കുകൾ കൂടി നിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊന്നും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. ഏതായാലും അഗ്നിരക്ഷാ സേനയ്ക്ക് ഇതുവരെ NOCക്ക് ഒരു അപേക്ഷ പോലും KSRTC കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം. റോഷ്നി, കഷ്ടം തന്നെയാണ്. അത്രയധികം ആളുകൾ വന്നുപോകുന്ന ഒരു KSRTC ടെർമിനലിന്റെ അവസ്ഥയാണ് പ്രവീൺ പുരുഷോത്തമൻ വിശദീകരിച്ചത്. ആലപ്പുഴയിൽ